ഹലോ, ഇന്ന് എമ്പുരാൻ്റെ വിശേഷങ്ങൾ. ഞാൻ ന്യൂസ് കാണുമായിരുന്നു. അപ്പോൾ ന്യൂസിൽ എമ്പുരാൻ ഭീഷണി വലിച്ചു എന്ന് പറയുന്നത് ഈ ഇത്രയും ദിവസം 200 കോടി ക്ലബിൽ കയറിയത് മലയാളികൾ കാരണമാണ്. അപ്പം അവരെന്തിനാണ് ഇത്രയും പടം വലിയ മാസി മസാലയൊന്നും അല്ല പോയി കണ്ടിരുന്ന് രസിക്കാൻ വേണ്ടി. എന്നിട്ട് പോലും ഈ മലയാളികൾ ഇത്രയും പേരും 5 ദിവസം കൊണ്ട് 200 കോടിയാക്കി ഒരു മലയാളം പടത്തിന് റീഎഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് എന്തിനാണ് കാണിക്കുന്നത്? കാരണം കാണാനുള്ള എല്ലാവരും കണ്ടു. അതിൻ്റെ പേര് നടത്തുന്ന പട്ടി ഷോകൾ, അങ്ങനെ ഞാൻ പറയുന്നത്, പട്ടി ഷോകൾ എല്ലാവരും കണ്ടു. RSS എന്ന് പറയുന്ന സംഘ് പരിവാരം എന്ന് പറയുന്ന അവർ ഇന്നത്തെ ഒരു ന്യൂസ് കട്ടിങ് ഞാൻ കണ്ടതാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാര്യയെ അർബൻ നക്സലൈറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാട്ടിൽ നശിച്ചു പോയോ? ഈ ഭീഷണിയുടെ കൂടെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, കേന്ദ്രം മോഹൻലാലിന് കൊടുത്ത കുറേ പട്ടങ്ങൾ അതൊക്കെ തിരിച്ചെടുക്കുമെന്ന് ഓർത്താണെങ്കിൽ നാണമുണ്ട്. കാരണം ഇത്രയും ദിവസം മലയാളികൾ ഇത്രയും പേരും എമ്പുരാൻ ടീമിൻ്റെ കൂടെ നിന്നിട്ട് ഇവർ വന്ന് ഫേസ്ബുക്കിൽ മാപ്പ് ഖേദം പ്രതീക്ഷ, എന്നിട്ടും മുരളി ഗോപി മാത്രം ഒരു അക്ഷരം മിണ്ടുന്നില്ല. കാരണം നട്ടലുള്ളതാണ്, അല്ലാതെ നട്ടലിൽ മറ്റൊന്ന് പോയി വളയ്ക്കാനുള്ളതല്ല. അപ്പം അത്രയൊക്കെ കാണിച്ചിട്ടും ഇവിടെ കിടന്ന് ഈശയുടെ മുമ്പിൽ കിടന്ന് മുട്ടുപറച്ചതാണോ എന്താണെന്നറിയില്ല. അതിനെപ്പറ്റി ചെയ്യാൻ നമ്മളാളല്ലോ. കാരണം വെച്ചാൽ ഇത്രയും നാണം കെട്ട പരിപാടി എമ്പുരാൻ ടീം തന്നെ കാണിക്കുമെന്ന് അറിഞ്ഞു. പിന്നെ എന്തിനാണ് ഇത്ര ഹൈപ്പും ഇത്ര മാസിവൊക്കെ കാണിച്ചത്? അല്ലെങ്കിൽ പിന്നെ 5 ദിവസം ഈ പടം ഓടി എല്ലാവരും കാണേണ്ട എല്ലാം കണ്ടിട്ട് കട്ട് ചെയ്യാനാണ്. പിന്നെയും വില്ലൻ്റെ പേര് വരെ മ്യൂട്ട് ചെയ്ത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. കഷ്ടം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മലയാളം ഇത്രയും ദിവസം 5 ദിവസക്കാലത്തിനുള്ളിൽ 200 കോടി ക്ലബിൽ കയറിയ ഒരു പടം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നാളെ വരും. എന്തിനു കാണാൻ വേണ്ടിയാണ്? എന്താണ് കാണിക്കുന്നത്?